പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശ്രേയാംസ് കുമാർ, എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് ഈ ഘട്ടത്തിൽ മാധവ് ഗാഡ്ഗിൽ എന്ന പ്രതിഭയെ? ലോകം തന്നെ അംഗീകരിച്ച് ബഹുമാനിച്ച ഒരു എൻവയറൺമെന്റ് സയന്റിസ്റ്റ് ആയിരുന്നു ഗാഡ്ഗിൽ. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി വേസ്റ്റ് ആയിട്ട് കൺസർവേഷൻ അതായിരുന്നു അദ്ദേഹം എപ്പോഴും മുന്നോട്ട് വെച്ച ഒരു പ്രത്യയശാസ്ത്രം. കാരണം എല്ലാ ജീവജാലങ്ങളുടെ ആധാരം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേൺ ഘാട്ട് സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വലിയ പഠനം നടത്തിയത്. അത് വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. പിന്നെ വെസ്റ്റേൺ ഘാട്ട് ലോകത്ത് തന്നെ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ്, ടോപ്പ് 10 വരുന്ന ഒന്നാണ്. അതിന്റെ സംരക്ഷണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. അത് മാത്രമല്ല, ഇന്ത്യയിലുണ്ടായ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, ഇതൊക്കെ നിർമ്മിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഇത്രയധികം ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച ഒരാള് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പം എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് കൺസർവേഷനിലൂടെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക, എങ്ങനെയാണ് മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക, അതിന് പ്രധാന ഘടകങ്ങളെല്ലാം തന്നെ അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നയങ്ങളും രൂപീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ്. അത് അദ്ദേഹത്തിന്റെ വേർപാട് വലിയ നഷ്ടം തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ MV ശ്രേയാംസ് കുമാർ. പ്രതികരണം അറിയിക്കുകയായിരുന്നു അദ്ദേഹം.